ബി.ജെ.പിയുടെ പാലക്കാട്ടെ പ്രധാനപ്പെട്ട മുഖങ്ങളിൽ ഒന്നായിരുന്നു എൻ ശിവരാജൻ എന്ന് പറയുന്നത്. ദീർഘകാലമായി ബി.ജെ.പിയുടെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ, അതിനപ്പുറം 14 വർഷത്തോളം ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്. ഇപ്പോൾ എൻ ശിവരാജൻ ദേശീയ കൗൺസിൽ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറുകയാണ്, അംഗം എന്ന നിലയിൽ ആ സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. ഇതെന്തുകൊണ്ടായി പെട്ടെന്ന് ദേശീയ കൗൺസിൽ അംഗം അതൊന്ന് പുറത്താക്കപ്പെട്ടതാണോ? എന്താ ഉണ്ടായെന്ന് ശരിക്കും എന്താ അറിയുന്നത്? എനിക്ക് അറിഞ്ഞിട്ടില്ല, പത്രമാധ്യമങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇന്ന് പോകേണ്ടതാണ് പരിപാടിക്ക്. എനിക്ക് ഷുഗർ കൂടിയ കാരണം യാത്ര ചെയ്യാനുള്ള വിഷമം വീട്ടുകാർ അനുവദിച്ചില്ല. അത് കാരണം പോകാതെ സംസ്ഥാന ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, നേരിട്ട് 3 പ്രാവശ്യം വിളിച്ചിരുന്നു. ഇന്നലെ നോമിനേഷൻ കൊടുക്കേണ്ടതാണ്, ഞാൻ പോയില്ല. ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം അറിയിച്ചിരുന്നു അവിടെ? ഞാൻ അറിയിച്ചിരുന്നു, സംസ്ഥാന ഓഫീസ് സെക്രട്ടറി കൈമലിനെ വിളിച്ച് അറിയിച്ചിരുന്നു. പിന്നെ ഈ പരിഗണന കിട്ടേണ്ടതായിരുന്നില്ലേ? അതില്ല, ഞാൻ 1980 ഏപ്രിൽ 6 ബി.ജെ.പി. സ്ഥാപക ദിനത്തിൽ ഡൽഹിയിൽ ഒ രാജഗോപാലിൻ്റെയും കെ.ജി. മാരാരോടൊപ്പവും പങ്കെടുത്ത ആളാണ്. അടിയന്തരാവസ്ഥ കാലത്ത് നിരവധി പ്രാവശ്യം ജയിലിൽ കിടന്ന ആളാണ്. 92 രാമജന്മഭൂമി പ്രശ്നത്തിൽ RSS നിരോധിച്ചപ്പോൾ അതിനെതിരായിട്ട് ജയിലിൽ കിടന്ന ആളാണ്. നിരവധി പ്രാവശ്യം ജയിലിൽ കിടന്ന ആളാണ്. ശബരിമല സമയത്തിൽ 13 ദിവസം നിരാഹാര സത്യാഗ്രഹം. എൻ്റെ വൻകുടൽ ഇന്ന് വർക്ക് ചെയ്യുന്നില്ല, ചുങ്ങിപ്പോയിരിക്കുക. എല്ലാം പാർട്ടിക്ക് വേണ്ടി അല്ല, പാർട്ടിക്കല്ല, എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്താണ്. എനിക്കൊരു സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഇതാകും എന്നല്ല. ഇപ്പോൾ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ലാത്ത രീതിയിൽ ഇപ്പം 39ാമത്തെ കൊല്ലം മുനിസിപ്പൽ കൗൺസിലറാണ്. 7 തിരഞ്ഞെടുപ്പിൽ പ്രതിസന്ധികൾ അതിജീവിച്ചുകൊണ്ട് എല്ലാ കപട മുന്നണികളെ തോൽപ്പിച്ചുകൊണ്ട് 100 കണക്കിന് വോട്ടിന് ജയിക്കുന്നതാണ്. പിന്നെ എനിക്കിതൊരു സ്ഥാനം, ഞാൻ നിൽക്കുന്ന വാർഡ് പ്രസിഡന്റ് മുതൽ ബി.ജെ.പിയുടെ മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം സെക്രട്ടറി, മണ്ഡലം ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, മേഖലാ പ്രസിഡന്റ്, മേഖലാ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, എല്ലാ ഉത്തരവാദിത്വങ്ങളും വഹിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ മരിച്ചാലും ഈ ഉത്തരവാദിത്വം എന്നെ വഹിക്കണമെന്നില്ലല്ലോ. ഇല്ലല്ലോ. ഇനി സ്ഥാനത്ത് ഒഴിവാക്കപ്പെട്ടതിൽ സങ്കടമില്ല. ഒരിക്കലും വിഷമമില്ല. പാർട്ടി ഇന്നെ ഏൽപ്പിക്കുന്ന പണി രാജീവ് ചന്ദ്രശേഖരൻ അങ്ങ് ശക്തനായ, കേരളത്തിൽ മറ്റ് രാഷ്ട്രീയക്കാരിൽ പാർട്ടിക്കാരിൽ മികച്ച ഒരു സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം പറഞ്ഞ പണി. അദ്ദേഹം വരുന്ന സമയത്ത് ഇങ്ങനെ ദേശീയ കൗൺസിൽ സ്ഥാനത്ത് നിന്ന് അംഗം എന്ന സ്ഥാനത്ത് നിന്ന് മാറും എന്ന് കരുതിയിരുന്നു? അയ്യേ, അദ്ദേഹത്തൊന്നും അറിയില്ല. അദ്ദേഹം വളരെ സത്യസന്ധനായ, ഞാൻ അദ്ദേഹത്തെ പരിചയമില്ല. ഞാൻ മനസ്സിലാക്കിയത്തോളം സത്യസന്ധനായ ഒരു ആത്മാർത്ഥതയുള്ള ബി.ജെ.പി. നേതാവാണ് അദ്ദേഹം. പ്രസിഡൻ്റായതിൽ അഭിമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞ പണി ഇനിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, മരിക്കുന്നവരെ ചെയ്യും. ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഒരു സ്ഥാനം വേണ്ട എന്നുള്ളതാണ് എൻ്റെ പാർട്ടി. ഞാൻ പറഞ്ഞത്, ഞാൻ RSSൽ 5 വയസ്സ് പോകാൻ തുടങ്ങിയതാണ്. 65 കൊല്ലം RSSൻ്റെ പ്രവർത്തകനാണ്. എൻ്റെ RSS പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഭൂലോകത്ത് ഒരാൾക്ക് സാധ്യമില്ല. ഞങ്ങളുടെ RSSൽ ഒരു ഇതുണ്ട്, RSSൽ വരണ്ടെന്ന് ആരും പറയില്ല. പോകാതെ ഇരിക്കുന്നവർക്ക് പോകാം. RSS മാറാനും പറ്റില്ല, അതിന് മെമ്പർഷിപ്പും ഇല്ല. അതുകൊണ്ട് അതിൽ പ്രവർത്തിക്കാൻ ആരുടെയും പെർമിഷൻ വേണ്ട. 52 പരിവാർ സംഘടനകളുണ്ട്. ശിവരാജേട്ടൻ ജില്ലാ കമ്മിറ്റിക്ക് അല്ലെങ്കിൽ ജില്ലയിലെ ചില നേതാക്കൾക്കെതിരെയൊക്കെ തുറന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ. അതെല്ലാം ഈ ദേശീയ കൗൺസിൽ അംഗം സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താൻ കാരണമായെന്ന് ഇല്ല, അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സുരേന്ദ്രനാണ് നല്ല വ്യക്തിപരമായ ബന്ധങ്ങളാണ്. സുരേന്ദ്രനായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞങ്ങൾ തമാശ സംസാരിക്കാറുണ്ട്. ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അദ്ദേഹം വളരെ കൂളായിരുന്നു, ഒരു ഇതുമില്ല. അദ്ദേഹത്തെ അറിയാം, എൻ്റെ പ്രവർത്തന ശൈലി എന്താണെന്ന് അറിയാം. ഞാൻ പറയേണ്ടത് തുറന്ന് പറയും. എന്നെ പ്രസ്ഥാനം നിശ്ചയിച്ച കാര്യത്തിൽ നിൽക്കും. ഇനി രാജീവ് ചന്ദ്രശേഖരൻ എന്ത് പറയുന്നോ, ഇനി സംഘടനാ സെക്രട്ടറിമാർ എന്ത് പറയണോ, ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് എന്ത് പറയണോ, ആ പണി ചെയ്തുകൊണ്ടിരിക്കും. അതല്ല പ്രവർത്തനം. അല്ലെ, ഒരു ചെയർ കിട്ടിയില്ല, പറഞ്ഞ് മറുകണ്ഠം ചാടാന്ന് എന്നെ കിട്ടില്ല. അതൊക്കെ നോക്കിയ വേറെ ആളെ എന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കാക്കി ട്രൗസർ 5 വയസ്സ് ഇട്ടവനാണ്. മരിക്കുമ്പോഴും എൻ്റെ ദേഹത്ത് കാക്കി ട്രൗസർ ഉണ്ടാവുമല്ലോ. ഈ പ്രസ്ഥാനത്തിൽ തന്നെ എൻ്റെ പ്രസ്ഥാനം വിട്ടുള്ള കളിയില്ല. സാധനം വേണ്ട, ഒന്നും വേണ്ട. പ്രവർത്തിക്കാൻ ജാതിയിൽ പോകാൻ ആരും വേണ്ട പറയില്ലല്ലോ. ഏതെങ്കിലും പൊതുയോഗത്തിൽ പോയി ഇരിക്കുമ്പോൾ ആരും വരേണ്ട പറയില്ലല്ലോ. പ്രവർത്തകനാകേണ്ടതെന്ന് ആരും പറയില്ലല്ലോ. സ്ഥാനത്തിലല്ലേ പ്രശ്നം. ഞാൻ നിലത്ത് പോയിരിക്കും. എന്തപ്പോൾ
ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ അംഗമായി 14 വർഷമായി പ്രവർത്തിച്ചിരുന്ന ശിവരാജൻ ഇപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. ഏതായാലും അതിൽ തനിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. ആ പ്രസ്ഥാനത്തിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുമെന്നാണ് ഇപ്പോൾ എൻ ശിവരാജൻ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.